ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റത്തിന് അരങ്ങൊരുങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾ സജീവമാവുകയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും YSR കോൺഗ്രസ് അധ്യക്ഷനുമായ YS ജഗൻമോഹൻ റെഡ്ഡിയെ പാർട്ടിയുടെ മുഖ്യധാരയിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കോൺഗ്രസ് നേതൃത്വം ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ DK ശിവകുമാറാണ് ഈ രാഷ്ട്രീയ ദൗത്യത്തിന്റെ പ്രധാന സൂത്രധാരൻ എന്ന നിലയിൽ ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. കോൺഗ്രസിന്റെ വിശ്വസ്തനായ നേതാവും തന്ത്രജ്ഞനുമായ ശിവകുമാർ വഴി ജഗനെ പാർട്ടിയിലെത്തിക്കാൻ ഹൈക്കമാൻഡ് നടത്തുന്ന നീക്കങ്ങൾ ദക്ഷിണേന്ത്യയിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി എഴുതിയേക്കാം. കോൺഗ്രസ് പാരമ്പര്യമുള്ള ജഗൻമോഹൻ റെഡ്ഡി തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കകാലത്ത് പാർട്ടിയുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങൾ വീണ്ടും ഓർമ്മിക്കുകയാണ്. പിതാവ് YS രാജശേഖര റെഡ്ഡിയുടെ വികസന നയങ്ങൾ കോൺഗ്രസിന്റെ ആശയങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയുമാണ്. നിലവിൽ ആന്ധ്രാപ്രദേശിൽ YSRCP നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികളും ജനങ്ങൾക്കിടയിൽ ജഗനുള്ള സ്വാധീനവും പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടായിരിക്കും. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ താൽപര്യപ്രകാരം DK ശിവകുമാർ നടത്തുന്ന ഈ നീക്കം കേവലം ഒരു നേതാവിന്റെ മടങ്ങിവരവല്ല, മറിച്ച് ദക്ഷിണേന്ത്യയിൽ NDA വിരുദ്ധ നിരയെ ശക്തിപ്പെടുത്താനുള്ള ഒരു ബൃഹത്തായ പദ്ധതിയുടെ ഭാഗമാണ്. കർണാടകയിലെ ഭരണതലത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ശിവകുമാർ തന്റെ അനുഭവ സമ്പത്ത് ഉപയോഗിച്ച് ജഗൻമോഹനുമായി നടത്തുന്ന ചർച്ചകൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2029 തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ആന്ധ്രയിലെ പ്രാദേശിക രാഷ്ട്രീയ സമവാക്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റാൻ ജഗന്റെ വരവ് സഹായിക്കുമെന്നും ഇത് കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി മാറുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയും പൊതുവായ വികസന ലക്ഷ്യങ്ങളിലൂടെയും കോൺഗ്രസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഈ ശ്രമങ്ങൾ വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നിർണായകമായ അട്ടിമറികൾക്ക് വഴി തുറന്നേക്കാം.